أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 95-96 ആയത്തുകളാണ് പാരായണം ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: പറയുക, മറ്റു മനുഷ്യർക്കില്ലാതെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് മാത്രമാണ് പരലോക വിജയമെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. എന്നാൽ അവരുടെ കൈകൾ നേരത്തെ ചെയ്തു വെച്ച പാപകൃത്യങ്ങൾ നിമിത്തം അവർ അതിനായി ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അള്ളാഹു അധാർമികരെ സംബന്ധിച്ച് നല്ലവണ്ണം അറിയുന്നവനത്രേ. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഈ പറയുന്നത്. സയ്യിദന ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹ്മദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു ഹദീസ് വിവരിക്കുന്നു. അതായത് അള്ളാഹുവിൻ്റെ ശിക്ഷയും രക്ഷയും എപ്രകാരമാണ് ഉണ്ടാവുക എന്നുള്ള ഇസ്ലാമിൻ്റെ മനോഹര അധ്യാപനം വ്യക്തമാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു: ചെറുപ്രായത്തിൽ മരിച്ചു പോകുന്ന ഒരു കുട്ടി, ബുദ്ധിയും വിവേകവും ക്ഷയിച്ചുപോയ വാർദ്ധക്യത്തിലെത്തിയ ഒരാൾ, ഭ്രാന്തൻ, ബുദ്ധിമാന്ദ്യം ഉള്ള ഒരു വ്യക്തി, അതുപോലെ ഒന്നും കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കാത്ത ബധിരൻ, ഇവരൊന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരല്ല. മറിച്ച് ഖിയാമത്ത് നാളിൽ അവരിലേക്ക് വീണ്ടും പ്രവാചകന്മാരെ അയക്കുകയും സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള അവസരം അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ്. അതിൽ ഹിദായത്ത് സ്വീകരിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കും, നിഷേധിച്ചവർക്ക് നരകവും ലഭിക്കുന്നതാണ്. റൂഹുൽ മആനിയിലെ വോള്യം 4 വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല എന്ന ആയത്തിന് കീഴിൽ വരുന്ന നിവേദനമാണ്. അഹ്മദിയ ജമാഅത്തിൻ്റെ സ്ഥാപകർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ യാഥാർത്ഥ്യം വിവരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: അള്ളാഹുവിൻ്റെ അറിവിൽ ഹുജ്ജത്ത് പൂർത്തിയാകാത്ത, അതായത് ന്യായപൂർത്തീകരണം ശരിക്ക് എത്തിയിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ കാര്യം അള്ളാഹുവിൻ്റെ പക്കലാണ്. അത് അള്ളാഹു നോക്കുന്നതാണ്. നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമിനെക്കുറിച്ച് തികച്ചും അറിവ് എത്തിയിട്ടില്ലാത്ത, തികച്ചും അജ്ഞനായ ഒരാൾ അതേ അവസ്ഥയിൽ തന്നെ മരണപ്പെടുകയാണെങ്കിൽ, അതുപോലെ തന്നെ പ്രായപൂർത്തി എത്താത്ത കുട്ടികളും ഭ്രാന്ത് പിടിപെട്ടവരും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിയിട്ടേ ഇല്ലാത്ത ഏതെങ്കിലും രാജ്യത്ത് താമസിക്കുന്നവരും, ഇവർക്കെല്ലാം ഇളവ് നൽകപ്പെടുന്നതാണ്. അതായത് പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. ഹഖീഖത്തുൽ വഹി പേജ് 181. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തുടർന്ന് ബറാഹിൻ അഹ്മദിയയിൽ പറയുന്നു: ദൈവിക വെളിപാട് ഗ്രന്ഥം എത്തിയിട്ടില്ലാത്ത ആളുകളും ഇൽഹാമി കിതാബ് അഥവാ വെളിപാട് ഗ്രന്ഥം എത്തിയിട്ടില്ലാത്ത ആളുകളുടെ മോക്ഷത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, അത്തരക്കാർ അപരിഷ്കൃതരും സ്വാഭാവിക ബുദ്ധി ഇല്ലാത്തവരുമാണെങ്കിൽ അവർ ചോദിക്കപ്പെടുന്നവരല്ല. കാരണം അവർ സ്വയബുദ്ധി നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ അല്പമെങ്കിലും ബുദ്ധിയും വിവേകവും ഉള്ളവരാണെങ്കിൽ അവരുടെ ബുദ്ധിയും വിവേകവുമനുസരിച്ച് അവരുടെ കണക്കെടുപ്പ് നടത്തുന്നതാണ്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു
തുടർന്ന് വിവരിക്കുന്നു. ഇനി ഇസ്ലാം സ്വീകരിക്കാതെ തന്നെ മനുഷ്യന് മോക്ഷം കരസ്ഥമാകുമോ എന്നാണെങ്കിൽ വിശുദ്ധ ഖുർആനിലെ മൻ യബ്തഗി ഗൈറൽ ഇസ്ലാമ ദീന ഫലൻ യുഖ്ബല മിൻഹു എന്ന ഈ ആയത്തിന് എന്തർത്ഥമാണുള്ളത്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരമായി ഓർക്കേണ്ട ഒരു സംഗതി, ഇത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ്. അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതയാണ്. അതുകൊണ്ട് ഇസ്ലാം മതം അല്ലാത്തതിനെ പിൻപറ്റുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പൊതു നിയമപ്രകാരം അവർക്ക് മോക്ഷം ലഭിക്കുകയില്ല. കാരണം അവർ സ്വയം മോക്ഷത്തിൻ്റെ വാതിലുകൾ അടച്ചുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച യോഗ്യത നേടുന്നതിൽ നിന്നും അകന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നാൽ മോക്ഷം പ്രാപിക്കാൻ മറ്റു പല മാർഗങ്ങളുമുണ്ട്. ആ മാർഗങ്ങൾ സ്വീകരിക്കുന്നവർക്കും തീർച്ചയായും മോക്ഷം ലഭിക്കുന്നതാണ്. തുടർന്ന് അള്ളാഹു യഹൂദികളുടെ അവസ്ഥ വിവരിച്ചുകൊണ്ട് പറയുന്നു, വലൻ യതമന്നൗഹു അബദ, അവർ ഒരിക്കലും അത് ആഗ്രഹിക്കുകയില്ല. മുസ്ലിങ്ങളുമായി മുബാഹല ചെയ്യാനും തയ്യാറാവുകയില്ല. കാരണം അവർ ചെയ്ത പാപങ്ങളുടെ ഫലമായി അവർക്ക് ശിക്ഷ ലഭിക്കുമെന്ന് അവർക്കറിയാം. അവരുടെ പാപഭാരത്താൽ അവരുടെ കഴുത്തിൽ അണിയിക്കപ്പെട്ടിട്ടുള്ള ചങ്ങലകൾ കാരണമായി മാതൃക സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല. വല്ലാഹു അലീമും ബിൽ ളാലിമീൻ. ഈ വെല്ലുവിളികളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അവർ എന്നേക്കുമായി രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? അധർമ്മി ആരെന്നും സത്യവാൻ ആരെന്നും അള്ളാഹുവിനറിയാം. പിന്നീട് യഹൂദികൾക്ക് വന്ന തകർച്ച അവരുടെ പര്യവസാനം വ്യക്തമാക്കി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്.